കണ്ണൂർ മലപ്പട്ടത്ത് ഗാന്ധി സ്തൂപം സ്ഥാപിക്കാൻ കോൺഗ്രസ് തീരുമാനം. ജൂൺ 6-ന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി യാത്രയോടെ ഗാന്ധി പ്രതിമയും സ്ഥാപിക്കും. KPCCയുടെ മുതിർന്ന നേതാക്കളുടെ നേതൃത്വത്തിൽ മലപ്പട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് യാത്ര മലപ്പട്ടം ടൗണിൽ സമാപിക്കും. തുടർന്ന് ടൗണിന്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കും. KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പ്രതിമ അനാച്ഛാദനം ചെയ്യുമെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ MP, സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തുടങ്ങിയ പ്രമുഖ നേതാക്കൾ എന്നിവർ ഗാന്ധിയാത്ര നയിക്കും. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെയും സ്മരണകളെ പോലും തമസ്കരിക്കുന്ന കേന്ദ്ര സംസ്ഥാന ഭരണകൂടങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നുകാട്ടുന്നതിനായാണ് ഗാന്ധിയാത്ര നടത്തുന്നതെന്നും ഗാന്ധി പ്രതിമ സ്ഥാപിക്കുന്നതെന്നും മാർട്ടിൻ ജോർജ് പറഞ്ഞു. ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഗാന്ധി യാത്ര മലപ്പട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ആരംഭിച്ച് മലപ്പട്ടം ടൗണിൽ സമാപിക്കുകയും മലപ്പട്ടം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. കാരണം KPCC നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റ് എല്ലാവരും കോൺഗ്രസിൻ്റെ ഓരോരോ നേതാക്കന്മാരുടെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഗാന്ധി പ്രതിമ സ്ഥാപിക്കുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മലപ്പട്ടം മണ്ഡലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിഷയം ഗാന്ധി പ്രതിമ തകർത്തുകൊണ്ടുള്ള CPM തകർത്തിരിക്കുന്നു. അപ്പോൾ അതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അന്ന് തന്നെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള K. സുധാകരൻ MP ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും കൃത്യമായി ഗാന്ധി പ്രതിമ സ്ഥാപിക്കും എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മലപ്പട്ടം ടൗണിൽ ഗാന്ധി പ്രതിമ സ്ഥാപിച്ചുകൊണ്ട് ബാക്കി എല്ലാ പ്രദേശങ്ങളിലും എല്ലാ മണ്ഡലങ്ങളിലും ഗാന്ധി പ്രതിമ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള പരിപാടികളുമായാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഇതിൻ്റെ തുടക്കമെന്ന നിലയിൽ 6-ാം തീയതി ബഹുമാനായ KPCC പ്രസിഡന്റാണ് ഗാന്ധി പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നത്. CPM ഗാന്ധി നിന്ദ നടത്തുകയും ഓഗസ്റ്റ് 15-ന് ഗാന്ധി സ്തുതി നടത്തുകയും ചെയ്യുന്നു. പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടു തരത്തിലാണ്. BJP നെഹ്റു യുവകേന്ദ്രയുടെ പേര് മാറ്റി അവരുടെ പേരിലേക്ക് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം വിരോധാഭാസങ്ങൾ ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തും. ഈ ഇരട്ടത്താപ്പ് സമീപനങ്ങളെ തുറന്നുകാട്ടുക എന്ന ലക്ഷ്യവും ഗാന്ധി യാത്രയ്ക്ക് ഉണ്ട്. യൂത്ത് കോൺഗ്രസ് 1000 വീടുകൾ ഗാന്ധി ഭവനങ്ങളായി പ്രഖ്യാപിക്കും. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വൈകാതെ തന്നെ അടുവാപ്പുറത്തും ഗാന്ധി സ്തൂപം സ്ഥാപിക്കുമെന്നും അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് പറഞ്ഞു. അടുവാപ്പുറത്ത് ഉടനെ തന്നെ നമ്മൾ സ്ഥാപിക്കും. ഇതിൻ്റെ ഭാഗമായി അടുവാപ്പുറം മാത്രമല്ല, CPM ഏത് സെൻറ്റർ ആയാലും നമ്മൾ അങ്ങനെ CPM സെൻറ്റർ എന്ന് ഉദ്ദേശിച്ചിട്ടോ ഒന്നുമല്ല. ഗാന്ധിയുടെ സ്തൂപം സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ മലപ്പട്ടം ടൗൺ, നിങ്ങൾക്കറിയാലോ മലപ്പട്ടം എന്താണ്, അവിടെ വെച്ച്, അവിടെയാണ് നമുക്കെതിരെ കൊടിയ മർദ്ദനമുണ്ടായിട്ടുള്ളത്. ആ ടൗണിൽ വെച്ചാണ്, അവിടെ വെച്ച് വെല്ലുവിളിച്ച് അവിടെ വെച്ച് തന്നെ നമ്മളിതിനെ തുടക്കം കുറിക്കും എന്നാണ് നമുക്ക് പറയാം.